അമ്പലത്തിൽ നിന്ന് തിരിച്ചു പോകുന്ന വഴിയാണ്. ഇവിടേക്ക് വരുന്ന സമയത്ത് നമ്മൾ വഴിയിലൊരു ഉഗ്രം കൊമ്പനെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാലും തിരിച്ചു പോകുമ്പോൾ നോക്കാം. മിക്കവാറും ആള് റോഡിന്റെ നടുവിൽ തന്നെ ഉണ്ടാവും. നമുക്കൊന്ന് നോക്കാം. ഓക്കെ. ഇവിടെ നിന്ന് ഒരു സെക്കൻഡ് വളവിലല്ല നമ്മൾ ആനനെ കണ്ടത്. ആന പോലെ ഉണ്ടായിരുന്നു, ഒരു ചാർജിങ് മോഡല്. കുറച്ച് അഗ്രസീവ് ആയിരുന്നു. സാധാരണ നമ്മൾ തിരുനെല്ലിയിൽ നമ്മൾ കാണാറുള്ള ആനകളൊക്കെ വാഹനങ്ങൾ പോകുന്നതെല്ലാം പരിചയമുള്ള ആനകളാണ്. കഴിഞ്ഞ ദിവസം ഫോറസ്റ്റ് ഓഫീസിൽ പോയപ്പോ അദ്ദേഹം ഒരു ആനയെ പറ്റി പറഞ്ഞില്ലേ, വണ്ടി കണ്ടാൽ കുറച്ച് അഗ്രസീവ് ആണ് എന്ന് അടുത്തേക്ക് വരുമെന്ന് പറഞ്ഞാണ്. പുള്ളിയായിരിക്കാം മിക്കവാറും. അങ്ങനെ നമ്മള് കാട്ടുപോത്തിനെ കണ്ടു. എന്തായാലും എനിക്ക് തോന്നുന്നു നമ്മള് കൊമ്പനെ മിസ് ചെയ്തെന്ന് തോന്നുന്നു. വലിയൊരു സൈറ്റിംഗ് കാണില്ല. ചൂട് കാരണമാണോന്നറിയില്ല. അല്ല ഈ സമയമൊക്കെ ആവുമ്പോ റോഡിൽ ഒരു ആന, പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു പോർഷനിൽ കണ്ടില്ലേ, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലുണ്ട് താനും അത്. അപ്പൊ പാറ എടുക്കാറായി തോന്നുന്നു. നമ്മൾ സ്റ്റേ ചെയ്യണ സ്ഥലം എത്താറായി. എന്താ ചെയ്യണ്ട ഇനി? നമുക്ക് എന്തായാലും ഒന്ന് കാട്ടിക്കുളം വരെ ഒന്ന് പോയി നോക്കാം. ഫുഡും കഴിച്ചില്ലല്ലോ. ഫുഡ് കിട്ടണമെങ്കിൽ നമ്മൾ കാട്ടിക്കുളം വരെ പോകണം. ഓക്കെ, സോ കാട്ടിക്കുളത്തേക്ക് വിടാല്ലേ. ഇവിടെ പിന്നെ നൈറ്റ് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. തൽക്കാലം നിയമമെല്ലാം നമുക്ക് അനുകൂലമാണ്. അപ്പൊ വേറെ എത്തിയോ? ഇവിടെ സാധാരണ ഒരു രാത്രി ആനക്കാവലില്ലേ? ആനക്കാവലാണെന്ന് അപ്പപ്പാറ ജംഗ്ഷൻ എത്തി. ആനക്കാവലിന്റെ സമയമാകുന്നതേ ഉള്ളൂ. ചിലപ്പോ ഉണ്ടാവാൻ വഴിയില്ല. കാരണം വയലിലൊക്കെ വിളവെടുപ്പ് കഴിഞ്ഞില്ലേ. സാധാരണ വയല് വിളഞ്ഞു നിൽക്കുന്ന ടൈമിലാണ് ഇവർ ഈ ആനക്കാവല് കൂടുതലിരിക്കുന്നത്. ഇപ്പൊ വിളവെടുത്ത കാരണം പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. എന്തായാലും നോക്കാം. കുട്ടിയാനയാണ്. അധികം നിർത്തണ്ട. മറിഞ്ഞു നോക്കിയത്. നമ്മളങ്ങനെ കാട്ടിക്കുളം ടൗണിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് തിരുനെല്ലിക്ക് അടുത്തുള്ള ചെറിയൊരു ടൗൺ. കാട്ടിക്കുളം ചെറുതല്ല, അത്യാവശ്യം വലിയ ടൗൺ തന്നെയാണ്. പണ്ടായിരുന്നു ചെറിയ ടൗൺ. പണ്ട് ആകെ ഒരു 4 ഷോപ്സും ഒരു പെട്രോൾ പമ്പും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പണ്ടെന്ന് പറഞ്ഞാൽ ഒരു 15 years ബാക്ക് നമ്മൾ വന്ന് തുടങ്ങിയ സമയത്ത്. ഇപ്പൊ നമ്മള് തിരുനെല്ലിക്ക് വരാൻ തുടങ്ങിയിട്ടൊരു എത്ര വർഷങ്ങളായിട്ടുണ്ടാവും? 20 years ആയിട്ട് കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും വരാൻ ശ്രമിക്കാറുണ്ട്. ബാംഗ്ലൂർക്ക് നമ്മൾ പോന്നിട്ട് ഇപ്പോൾ ഒരു 6 years എല്ലാ വർഷവും ഒരു 3 പ്രാവശ്യമെങ്കിലും നമ്മൾ തിരുനെല്ലിയിൽ വരാറുണ്ടല്ലേ. ഈ റോഡ് ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് നമ്മൾ വീണ്ടും തിരിച്ച് തിരുനെല്ലി പോകുന്ന റൂട്ടിലേക്ക് പോകും. ഇത് നേരെ റോഡ് മൈസൂർ, ബാവർലി വഴി മൈസൂർ റോഡ് തിരുനെല്ലിക്ക് തിരിയണ റോഡ്. നല്ല തിരക്കുണ്ട്. സാറിന് ഇങ്ങനത്തെ ബസ്സുകളൊക്കെ വീക്ക് ഡേയ്സ് വളരെ കുറവാവാറുണ്ട്. പക്ഷെ
കണ്ട അതേ സ്ഥലത്ത് നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ കാട്ടിലേക്ക് കേറി കുട്ടിയാനകളാണ്. കുട്ടിയാനകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവര് റോഡിന്റെ സൈഡിൽ കൂടുതൽ നൈറ്റിൽ സ്പെൻഡ് ചെയ്യാൻ. കാരണം വെച്ചാൽ അവർക്ക് വേറെ ആനിമൽസ് അറ്റാക്ക് ചെയ്യാതിരിക്കാനായിട്ട്, ടൈഗറൊക്കെ അറ്റാക്ക് ചെയ്യാതിരിക്കാനും വേണ്ടിയിട്ട് അവർ മിക്കവാറും റോഡിന്റെ സൈഡിലായിരിക്കും അവർ തമ്പടിക്കുക. അതായിരിക്കും അവർ രണ്ടും കുഞ്ഞ ആനകളായിരുന്നു. ചെറിയ ആനകളായിരുന്നു. ഒത്തിരി ലെഫ്റ്റിലേക്ക് ചേർക്കണ്ട. അവർ കണ്ടത് ലെഫ്റ്റ് സൈഡല്ല. ഇഷ്ടംപോലെ വെഹിക്കിൾസ് ഉണ്ട്. കാരണം അവർ കാട്ടിലേക്ക് കയറിയും തോന്നിയിട്ടുണ്ടാവും. കുട്ടേട്ടൻ്റെ അവിടെ എത്താറായി. ഇപ്പൊ കുട്ടേട്ടൻ ഇല്ല, കുട്ടേട്ടന്റെ മക്കളാണല്ലോ ഉണ്ണിയപ്പൊക്കെ നടത്തുന്നത്. പണ്ട് കാലത്ത് ഓർമ്മയുണ്ടോ? പണ്ട് നമ്മൾ വരുന്ന സമയത്ത് ഒരു ഈവനിങ് ഒരു 6 o'clock ഒക്കെ ആകുമ്പോഴേക്കും ഇവര് അടച്ച് ഫെൻസിങ് ഒക്കെ ഇട്ട് ഇവരിവിടെ നിന്ന് തന്നെ പോവായിരുന്നു. ഇപ്പൊ എനിക്കൊന്ന് പക്ഷെ അവരെല്ലാരും ഉണ്ണിയപ്പക്കടയുടെ പിന്നാമ്പുറത്ത് തന്നെ ഒരു വീടൊക്കെ വെച്ചിട്ട് അവിടെ തന്നെ താമസിക്കുന്നതാണെന്ന് തോന്നുന്നു. ആനയുടെ ശല്യമുണ്ട്, എന്നാലും ഫെൻസിങ് ഒക്കെ ഇട്ടിട്ട് പക്ഷെ അവര് പറയും ഇന്നേ വരെ അവര് വെച്ചിരിക്കുന്ന ഒരു വാഴയുടെ കൊല പോലും ആന ഉപദ്രവിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ അറിയാ തോന്നുന്നു. വയനാടുകാരും പുറത്തുനിന്ന് വരുന്നവരെയും അവര് വർഷങ്ങളായിട്ട് കാണുന്നു. ആനയും മനുഷ്യര് വർഷങ്ങളായിട്ട് കാണുന്നു. നമ്മളവരെ കവർ ചെയ്തു. ആനയെ കണ്ട ലൊക്കേഷൻ നമ്മൾ കവർ ചെയ്തു. എനിക്ക് തോന്നുന്നു തെറ്റോട് എത്താറായി. ഇതാണ് നമ്മൾ കാട്ടിലേക്ക് പോകുമ്പോൾ പ്രത്യേകത. നമ്മൾ എന്ത് എക്സ്പെക്ട് ചെയ്ത് പോകുന്നോ അതൊരിക്കലും നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തത് നമുക്ക് കാണാൻ പറ്റിയേക്കാം. പക്ഷെ ഞാൻ ഒരു കടുവേനെ എക്സ്പെക്ട് ചെയ്യുന്നേ ഇല്ല. നമ്മൾ തെറ്റ് റോഡെത്തി. ഇടത് ഭാഗത്ത് കാണുന്നതാണ് ഉണ്ണിയപ്പക്കട. ഓക്കെ, പണ്ടൊക്കെ കോർസോൺ എന്ന് പറയണ ഇവിടെയായിരുന്നു. ഇവിടെയാണ് നമ്മള് ലാസ്റ്റ് വന്നപ്പോ കടുവ കണ്ടത്. ഈ സ്പോട്ട് അത് പക്ഷെ നമുക്ക് അതെ ഒരു 6 ഒക്കെ ആയപ്പോ, പക്ഷെ നമുക്ക് ക്യാമറയിൽ കിട്ടിയില്ല. നമ്മൾ കണ്ട സന്തോഷത്തിൽ ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയി. ഒരു നല്ല അഡൾട്ട് ഫുള്ളി ഗ്രോൺ. ഈ ഒരു സമയം ഇപ്പൊ ടൈഗേഴ്സിന്റെ ഒക്കെ ഒരു മേറ്റിംഗ് സീസൺ കഴിഞ്ഞിട്ടുള്ള ഒരു ടൈമാണ്, ടുവേർഡ്സ് ഏപ്രിൽ എൻഡ് വരെയൊക്കെ. അപ്പൊ അതുകൊണ്ട് ഇവരൊക്കെ കുറച്ചൊരു ടൈഗർ പുറത്ത് കാണാനായിട്ട് പറ്റുന്ന ഒരു സമയമാണ്. ലക്കി. ഈ നമ്മൾ താമസിക്കുന്നതിന്റെ അടുത്ത് ഇതിന്റെ ഗ്രൗളിംഗ് സൗണ്ട് കേട്ടു എന്നൊക്കെ നമ്മുടെ അടുത്ത് വന്ന ആ ഒരു നെയ്ബർ കുട്ടി പറഞ്ഞില്ലേ, കഴിഞ്ഞ 2 ദിവസമായിട്ട് അവിടെ ആ ഒരു ഗ്രൗളിംഗ് സൗണ്ട് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തായാലും ആളുള്ള സ്ഥലത്താണ് ഇപ്പൊ കടുവ കൂടുതലും കാണുന്നത്. തിരിച്ചപ്പാറ എത്തി. ഇന്നിവിടെ ഈ പറഞ്ഞ പോലെ ആനക്കാവലിന്റെ കാര്യങ്ങളുണ്ട്, പക്ഷെ ഇത്ര ഹെവി ആയിട്ടല്ല. ഓക്കെ, ചെറിയതായിട്ടേ ഉള്ളൂ കാര്യങ്ങൾ. നമ്മൾ താമസിക്കുന്ന ഹോം സ്റ്റേയിലേക്ക് പോകുന്ന റോഡാണ് ഇത് നമ്മൾ കവർ ചെയ്യുന്നത്. ഇവിടുന്ന് ഏകദേശം എത്ര ദൂരം ഉണ്ടാവും? ഇവിടുന്ന് 1 kilometer മാക്സിമം. പക്ഷേ ഒരു കുറച്ച് ഏരിയയാണ് കാടായിട്ടുള്ളൂ. പിന്നെ വരണത് പ്ലാന്റേഷൻ, ഒരു സൈഡ് പ്ലാന്റേഷൻ ആണ്. പിന്നെ അങ്ങോട്ട് ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. പക്ഷെ വയനാടായ കാരണം മനുഷ്യരും വൈൽഡ് ലൈഫും ഒന്നിച്ച് പോകുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം. ഈ റോഡാണ് നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് നേരെ പ്ലാന്റേഷനിലേക്ക് പോകുന്നത്. കാണാൻ പറ്റുന്നുണ്ടാവില്ലേ രാത്രിയായിരുന്നു. അവിടെയില്ല കഴിഞ്ഞ പ്രാവശ്യം ആനക്കൂട്ടമുണ്ടെന്നൊക്കെ ഇവിടെയുള്ള ആൾക്കാർ നമ്മളെ പേടിപ്പിച്ചില്ലേ, വണ്ടി അങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് പോകണ്ട
പക്ഷെ അവർ പറഞ്ഞത് കറക്റ്റായിരുന്നു. നമ്മൾ ആ വഴി കൂടെ തിരിച്ചെന്ന് കഴിഞ്ഞപ്പോൾ നിറയെ ആനപ്പിണ്ടം കണ്ടില്ലേ. തിരുനെല്ലിയുടെ രാത്രിക്ക് ഭയങ്കര സൈലൻസും ഭീകരതയല്ലേ. പ്രത്യേക സൈലൻസ് തോന്നുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഇതിലേക്ക് പോകുന്ന വഴിയായി ഇതൊരു കുറച്ച് സ്റ്റീപ്പ്. ഇവിടെ ഒരു ബോർഡുണ്ട്. അവിടെ നിന്ന് വളരെ സ്റ്റീപ്പ്. എല്ലാം ആന വരുന്ന സ്ഥലങ്ങളാണ്. എല്ലായിടത്തും ഫെൻസിങ് ഉണ്ട്. എല്ലായിടത്തും തന്നെ ഏതെങ്കിലും സൈഡിൽ നിന്ന് ആന വരുന്നുണ്ടോയെന്ന് നോക്കിയിട്ട് ഇറങ്ങിക്കോ കേട്ടോ. ഓക്കെ അല്ലേ?